ചർച്ചയിലേക്ക് ശ്രീനിയതി നമ്മൾ ഇതുവരെ തൊടാത്ത ഒരു പോയിന്റിലേക്ക് വീണ്ടും നമ്മൾ പോവുകയാണ്. ധനക്കമ്മി GDP-യുടെ 3.5% ആക്കാൻ നേരത്തെ ബജറ്റ് ലക്ഷ്യമിട്ടിരുന്നതാണ്. അത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. റവന്യൂ കളക്ഷൻ കുറഞ്ഞു, അതേപോലെ കടം കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. GST-യുടെ കളക്ഷൻ 1,10,000 കോടിയിലേക്ക് നമ്മൾ റിക്കവർ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. നമ്മുടെ ആൾക്കാരുടെ പർച്ചേസിംഗ് പവർ അല്ലെങ്കിൽ സാധനങ്ങളുടെ ഉപഭോഗ ക്ഷമത കൂടിയിരിക്കുന്നു. 2020-21 2.35 ലക്ഷം കോടിയുടെ നഷ്ടമാണ് നമ്മൾ GST-യിൽ പ്രതീക്ഷിക്കുന്നത്. 1.1 ലക്ഷം കോടി കോവിഡ് മൂലമുണ്ടായിട്ടുണ്ട്. അതിന് നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കണം എന്നൊരാവശ്യം സംസ്ഥാന സർക്കാരുകൾ ഉയർത്തിയിരിക്കുന്നു. ഈ GST-യെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് വിലയിരുത്താനുള്ളത്? 2017 ജൂലൈയിൽ GST ആദ്യമായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന അവസരത്തിൽ നമുക്കൊരു സ്ലോഗൻ ഉണ്ടായിരുന്നു, വൺ നേഷൻ വൺ ട്രേഡ് വൺ ടാക്സ്. അത് നമ്മൾ 2017 ജൂലൈ മുതൽ തുടർന്ന് വരികയാണ്. പക്ഷേ ആരംഭത്തിൽ ചില അപാകതകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നടപടിക്രമങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില സംശയങ്ങളെ, അതേപോലെ തന്നെ അപാകതകളെ, അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് 18-19 എത്തുകയായപ്പോഴേക്കും നമ്മുടെ GST കളക്ഷനെ ഒരു പരിധി വരെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് 19-20 ആയപ്പോഴേക്കും ഏകദേശം 1 ലക്ഷം കോടി രൂപ GST കളക്ഷൻ ഒരു മാസം നടത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു വർഷം 12 ലക്ഷം രൂപ വരെ 19-20 GST കളക്ഷൻ നടത്താൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ നടത്തിയിരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തിയത്. പക്ഷേ 2020-21 ആയപ്പോഴേക്കും വീണ്ടും നമ്മൾ കോവിഡിൻ്റെ മഹാമാരിയിൽ അമർത്തപ്പെടുകയും നമ്മുടെ കൺസംഷനിലുണ്ടാകത്തുള്ള മാറ്റം, നമ്മുടെ ലോക്ക്ഡൗണിലുണ്ടായിട്ടുള്ള പ്രത്യാഘാതം, അതിൻ്റെ എല്ലാം ഫലമായിട്ട് 2020-21 ആദ്യ മാസം ഏപ്രിൽ മാസം നമ്മുടെ GST കളക്ഷൻ കേവലം 32,000 കോടി രൂപ ആയിരുന്നു. അത് മെയ് മാസം ആയപ്പോഴേക്കും 40,000-ന് മുകളിലേക്ക് പോയി. അതേപോലെ തന്നെ ഓഗസ്റ്റ് ആയപ്പോഴേക്കും ഏകദേശം ഒരു 70,000 കോടിയിലേക്ക് വന്നു. അങ്ങനെ അത് വർദ്ധിച്ച് 2020 ഡിസംബർ ആയപ്പോഴേക്കും ഏകദേശം 1,10,000 കോടി രൂപയിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇത് കാണിക്കുന്ന ഒരു നല്ല ലക്ഷണമാണ്. കാരണം നമ്മുടെ കൺസംഷൻ ഉണ്ടായിട്ടുള്ള വർധനവ് നമ്മുടെ GST കളക്ഷന് അനുകൂലമായിട്ടുണ്ട്. അത് ഇനി വീണ്ടും വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 2020-21 ലക്ഷ്യമിട്ടിട്ടുള്ള 12 ലക്ഷം കോടി രൂപ GST-യിൽ നിന്ന് കളക്ട് ചെയ്യാൻ കഴിയും എന്നാണ്. അത് കളക്ട് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ ലക്ഷ്യമിട്ടിരുന്ന GDP, അതേപോലെ തന്നെ കമ്മി ബഡ്ജറ്റിൽ അതെങ്കിൽ അനുപാതം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ നമ്മുടെ എക്കണോ റിവ്യൂ 2020-21 എക്കണോ റിവ്യൂ പറയുന്നത് 2020-21 അവസാനിക്കുമ്പോഴേക്കും നമ്മുടെ GDP റേഷ്യോ കമ്മി GDP റേഷ്യോ ഏകദേശം 7% വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ 2020-21 ലക്ഷ്യമിട്ടത് 3.5% കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ 3.5% കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം ഒരു ഭാഗത്ത് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നു, മറുഭാഗത്ത് റവന്യൂ കളക്ഷൻ അല്ലെങ്കിൽ GST കളക്ഷനും മറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കളക്ഷനും എല്ലാം കുറയുകയാണ്. അതിൻ്റെ ഫലമായിട്ട് 2021 ഏകദേശം 5,000 കോടി രൂപ അധികം കടമെടുക്കേണ്ട ഒരു സാഹചര്യം വരും. കാരണം ലക്ഷ്യമിട്ടിട്ടുള്ളത് 7.8 ലക്ഷം കോടി രൂപയാണ് കടമെടുപ്പ്, പബ്ലിക് ബോറോയിങ്. അത് 12 ലക്ഷത്തിലേക്ക് ഉയരുമെന്നാണ്. അങ്ങനെ 12 ലക്ഷത്തേക്ക് ഉയരുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ 3.5%-ന് പകരം നമ്മുടെ കമ്മി GDP റേഷ്യോ ഏകദേശം 7%-ലേക്ക് ഉയരും. അത് സമ്പദ്ഘടനയിലെ ചില അപാകതകൾ ഉണ്ടാക്കാൻ സാധിക്കും. അല്ല, ഇപ്പോഴത്തെ ഈ വി ഷേപ്പ് റിക്കവറി ഇവർ പറയുന്ന രീതിയിലുള്ള, IMF-ഉം ലോകബാങ്കും പറയുന്ന രീതിയിലുള്ള ഒരു വി ഷേപ്പ് റിക്കവറി നടക്കുകയാണെങ്കിൽ ഇതിൻ്റെ സാധ്യതയുണ്ടോ? അല്ല, വി ഷേപ്പ് അല്ല, ഈ IMF പറയുന്ന രീതിയിലുള്ള വി ഷേപ്പ് റിക്കവറി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ വി ഷേപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സമ്പദ്ഘടന വളരെ താഴെ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് സർവീസും വളരെ സ്റ്റാൻഡ് സ്റ്റില്ലായതുകൊണ്ടാണ്. അതുപോലെ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയിലും, അത് ടൂറിസം ഉൾപ്പെടെയുള്ള ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയിലും വളരെ നമ്മൾ കുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ക്രമേണയല്ല, വളരെ പെട്ടെന്ന് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുക. അതായത് കൺസ്ട്രക്ഷൻ സെക്ടറിൽ ഏകദേശം 30-40% വേജ് ലേബറാണ്.
അപ്പം അങ്ങനെ വേജ് ലേബർ കൂടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസംഷൻ കൂടും. പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കുകയാണ്, ദിവസക്കൂലിക്കാർ ദിവസക്കൂലിക്കാർ അങ്ങനെ അത് 30 to 40% വരും. അതനുസരിച്ച് അവരുടെ കൺസംഷൻ കൂടും. കൺസംഷൻ കൂടുന്ന അവസരത്തിൽ GST കളക്ഷൻ കൂടും. GST കളക്ഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്കണോമിക് ആക്ടിവിറ്റീസ് വർദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഈ കമ്മി കുറച്ചു കൊണ്ടുവരാൻ കഴിയും. പക്ഷേ 2020-21 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എസ്റ്റിമേറ്റ് അനുസരിച്ച് ഏകദേശം 2.35 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് GST കളക്ഷൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 1.1 ലക്ഷമാണ് നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ ഇവിടെ ഈ കോവിഡിൻ്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന നഷ്ടം. അത് സംസ്ഥാനങ്ങളുടെ നഷ്ടം കൂടിയാണ്. അത് കോമ്പൻസേറ്റ് ചെയ്യണം എന്നുള്ളൊരാവശ്യമാണ് GST കൗൺസിൽ ഉണ്ടായത്. ആദ്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞത് അവർക്കുണ്ടാകുന്ന നഷ്ടം റിസർവ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ തന്നെ വഹിച്ചിട്ട് അത് 5 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കണം പലിശ സഹിതം. പക്ഷേ അതിനോട് പല സംസ്ഥാനങ്ങളും യോജിച്ചില്ല. പക്ഷേ അവസാനം അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചത് അവർക്കുണ്ടാകുന്ന നഷ്ടം റിസർവ് ബാങ്കിൽ നിന്നും ലോണായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ എടുത്ത് കുറഞ്ഞ പലിശ നിരക്കിൽ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കും എന്നാണ്. അങ്ങനെ കഴിഞ്ഞ 6 മാസമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ ഈ നഷ്ടം സഹിക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് സംസ്ഥാനങ്ങൾക്ക് വിഹിതം കൊടുക്കുന്നു. അതിൻ്റെ വിഹിതം കേരളത്തിനും കിട്ടുന്നുണ്ട്. ഏകദേശം 60,000 കോടി രൂപയിൽ കൂടുതൽ ഇപ്പം റിസർവ് ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ട് സംസ്ഥാനങ്ങൾക്ക് ഈ നഷ്ടമായിട്ട് നികത്തി വരികയാണ്. അതിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഈ പറഞ്ഞ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ 2020-21 1,10,000 കോടി രൂപയാണ് നീക്കി വച്ചിരിക്കുന്നത്. ആ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള തുക വിനിയോഗിക്കുകയും അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് തിരിച്ചു വരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോകബാങ്കും IMFും പറയുന്ന രീതിയിലുള്ള ഈ V ഷേപ്പ് നമുക്ക് തരണം ചെയ്യാൻ കഴിയും. അത് സമ്പദ്ഘടനയിലെ വളർച്ചാ നിരക്ക് വർദ്ധിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഓക്കെ, ഡോക്ടർ സെൻകുമാർ, അങ്ങ് എങ്ങനെ കാണുന്നു GSTയുടെ ഈ തകർച്ചയാണോ ഈ റിക്കവറി ആണോ, അതെന്തായിരിക്കും സാധ്യത? നമ്മൾ V ഷേപ്പിലേക്ക് പോകാനുള്ള കാരണം കൊറോണ തന്നെയാണ്. അതെ, പ്രധാനമായിട്ടും കൊറോണയെ അതുകൊണ്ട് ആ സമയത്ത് യാതൊരു എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എക്കോണമി താഴ്ത്തു പോയി. ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാ എക്കോണമിയും, ചൈന എന്ന സൂത്രക്കാരനായ എക്കോണമി ഒഴിച്ച് ബാക്കി എല്ലാ എക്കോണമിയും താഴെ പോയി. അപ്പോൾ അത് പെട്ടെന്നുള്ള വീഴ്ചയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ആ പെട്ടെന്നുണ്ടായ വീഴ്ച പോലെ തന്നെ നമ്മൾ നേരെ മുകളിലേക്ക് ഉയരും, കുറേ വൈകാൻ സാധ്യതയില്ല എന്നാണ്. അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ കൃത്യമായിട്ട് നവംബർ ഡിസംബർ മുതലുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. വെഹിക്കിൾസിൻ്റെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ട്രാക്ടറുടെ സെയിൽ അടക്കം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ GST കൂടിയത് തന്നെ കൺസംഷൻ കൂടിയതിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ ഇത് എല്ലാം കാണിക്കുന്നത് ഇനി റിയൽ എസ്റ്റേറ്റ് സെക്ടർ വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ് ഇപ്പോൾ ഈ 2-3 മാസം കൊണ്ട്. അപ്പോൾ അത് നമ്മളൊരു ഇൻഡിക്കേഷൻ കാണുകയാണ്. അതായത് ഇത്രയും നാൾ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയും പോസിബിൾ അല്ലാത്ത ഒരു സ്ഥലത്ത് നിന്നും ഇന്ത്യയിലെ സ്ഥിതി പെട്ടെന്ന് മാറുന്നുണ്ട്. അതുപോലെ ഈ കൊറോണ പീരീഡിൽ വെച്ച് ആ പീരീഡിൽ ചൈന നടത്തിയ കാര്യങ്ങൾ വെച്ച് ചൈനയിൽ ഉണ്ടായിരുന്ന പല ഇൻഡസ്ട്രീസും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ ടെസ്ല അടക്കമുള്ള പല ഇലക്ട്രിക് കാറുകൾ, അങ്ങനെയുള്ള വെഹിക്കിൾസ് അടക്കം ഇന്ത്യൻ വിപണിയിലേക്ക് വരികയാണ്. അപ്പോൾ അത് നമ്മൾ കാണുന്നത് എന്തുകൊണ്ട്. അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, FPI, ഇതെല്ലാം വർദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനമായിരുന്നു നമ്മുടെ സെൻസെക്സിൻ്റെ ജമ്പൊക്കെ ഉണ്ടായത്. അപ്പോൾ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും കാണിക്കുന്നത് വളരെ കാലമെടുത്ത് വേണ്ട നമുക്ക് ഈ പടുകുഴിയിൽ നിന്ന് മുകളിലേക്ക് വരാനായിട്ട്. നമ്മുടെ ഇപ്പോഴുള്ള എക്കണോമിക് ആക്ടിവിറ്റി ഗവൺമെൻറ് പിന്നെ വേണ്ടത്, ഇതിനെല്ലാം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും റെഗുലേറ്ററി മെക്കാനിസം വളരെ ഡിലേഡ് ആണ്, വളരെയധികം സമയമെടുക്കുന്നതാണ്. നമ്മുടെ എക്കണോമിക് സർവേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കമ്പനി അതിനെ ലോസായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ 4.5 വർഷത്തോളം എടുക്കുന്നുള്ളത്. അപ്പോൾ ഇതേപോലുള്ള കുറേ അധികം നിയമങ്ങൾ, എക്കണോമിക്കലായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള നിയമങ്ങൾ മാറ്റി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മാത്രമേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആ നിലയ്ക്ക് ഇമ്പ്രൂവ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ചെയ്യുകയും അതേസമയം നമ്മൾ കൂടുതൽ ഇപ്പോൾ അതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഡോക്ടർ നേതി പറഞ്ഞതുപോലെ ഈ നമ്മുടെ കടം, അതായത് ഫിസിക്കൽ ഡെഫിസിറ്റ്,
അത് കൂടുന്നു, അതിനെപ്പറ്റി അധികം ബോധർ ചെയ്യേണ്ട. കാരണം ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതലായിട്ട് ഗ്രോത്ത് റേറ്റ് ഉണ്ടായിരിക്കുന്ന സമയത്തോടത്തോളം നമ്മൾ അതിനെപ്പറ്റി അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്. നമ്മൾ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ അല്ലെങ്കിൽ മൂഡിയൊക്കെ ഇന്ത്യയെ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്ര ഒരു നല്ല എക്കോണമി അല്ല, 3ാമത്തെ ഗ്രേഡിലൊക്കെയാണ് പെടുത്തുന്നത്. പക്ഷേ ഇതേക്കാളും വളരെ മോശമായിട്ടുള്ള പല എക്കോണമിയെയും അവർ ബെസ്റ്റിലേക്കോ അല്ലെങ്കിൽ സെക്കൻഡ് ലെവലിലേക്കോ ഉൾപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക എന്താ പറയുന്നത് മോട്ടിവേറ്റഡ് ആയിട്ട് നമുക്ക് കാണുക തന്നെ വേണം. കാരണം ഇന്ത്യയുടെ എല്ലാ സ്ഥിതിയും, ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ എക്സ്റ്റേണൽ ഡെപ്റ്റ് അതിനേക്കാളും ഏകദേശം $30 ബില്യൺ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ആയിട്ടുള്ളത്. 584 കോടി ബില്യൺ ഡോളേഴ്സിന്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉള്ളപ്പോൾ ഇന്ത്യക്ക് ഏകദേശം 554 കോടി ഫോറിൻ ഡെപ്റ്റാണുള്ളത്. എന്നിട്ട് പോലും ഇത് നമ്മൾ GDP-യുടെ കണക്കെടുക്കുമ്പോൾ ഏകദേശം 2.6% താഴെയാണ്. ഇന്ത്യയുടെ ടോട്ടൽ ഡെപ്റ്റ് എടുത്താൽ പോലും GDP-യുടെ ഇറ്റ് മേ ബി അബൌട്ട് 122%. അത് ചൈനയെക്കാളൊക്കെ കുറവാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തുള്ള മറ്റേതൊരു എക്കോണമിക്കാളും നന്നായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മൾ പെട്ടെന്ന് താഴ്ത്തു പോകാൻ കൊറോണ ഇടയാക്കിയോ അതിൽ കിടന്ന് നമ്മളൊരു യു ഷേപ്പിലേക്കോ അല്ലെങ്കിൽ വീണ്ടും കുറേ കാലം കഴിഞ്ഞ് മുകളിലേക്ക് വരേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ എക്കോണമിക് റിക്കവറിക്കുള്ള ഇൻഡിക്കേഷൻസ് എക്കോണമിയിൽ വിസിബിൾ ആണ്. ആകെ ഉള്ളത് പാകിസ്ഥാനും ചൈനയ്ക്കും ഒപ്പം ഇന്ത്യയിലുള്ള ആൾക്കാർ, ചില ഇന്ത്യൻ ശത്രുക്കൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. അത്തരം ആൾക്കാർ അഗ്രികൾച്ചർ നിയമമായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും ഈ പാകിസ്ഥാനിലും ചൈനയുടെയും താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കാതെ ഇന്ത്യയുടെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതായിരിക്കും ഈ റിക്കവറി കുറേ കൂടി എഫക്റ്റീവും ഫാസ്റ്ററുമാക്കുന്നതിനും ഇന്ത്യയെ ഒരു 5ാമത്തെ ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക ശക്തി എന്ന നിലയിൽ നിന്ന് 3ാമത്തെ സാമ്പത്തിക ശക്തിയിലേക്ക് പെട്ടെന്ന് എത്തിക്കുന്നതിനും സാധിക്കുക. ഓക്കെ ഡോക്ടർ പ്രകാശ്, GSTയെ കുറിച്ച്. അതായത് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ അനുവർത്തിക്കുന്ന ചില നയങ്ങൾ, സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട പല നയങ്ങളും അത് ഒരു സ്റ്റേറ്റ് ഫ്രണ്ട്ലി അല്ല, അല്ലെങ്കിൽ ഒരു ഫെഡറൽ സെറ്റപ്പിന് വളരെ യോജിച്ചതല്ല എന്നുള്ള ഒരു വലിയൊരു വിമർശനമുണ്ട്. പ്രത്യേകിച്ച് ഡോക്ടർ ഐസക്കാണ് അതന്നെ നമ്മുടെ സ്റ്റേറ്റ്, പല സ്റ്റേറ്റുകളും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഈ കോവിഡ് കാലത്ത് ഒരു മാന്ദ്യവിരുദ്ധ പാക്കേജുകൾ സംസ്ഥാന സർക്കാരുകൾക്ക് നടത്താൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ആ ഒരു വാദഗതി. അതായത് കേന്ദ്രം അനുവർത്തിക്കുന്ന നയങ്ങൾ, കേന്ദ്രത്തിൻ്റെ ഫിസ്ക്കൽ പോളിസീസ് സംസ്ഥാനത്തിൻ്റെ പിന്നീട് നില മെച്ചമാക്കാൻ സഹായകരമല്ല. അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് വേണ്ട സ്റ്റിമുലസ് പാക്കേജുകൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ശക്തമായ വാദഗതി കേരളവും മറ്റ് പല സംസ്ഥാനങ്ങളും ആരോപിക്കുന്നു. അതിനകത്തുള്ള അവരുടെ ആർഗ്യുമെൻ്റ് ഇതാണ്. അതായത് രാജ്യത്തെ മൊത്തം സർക്കാർ ചെലവിൻ്റെ 60% സംസ്ഥാന സർക്കാരുകൾ വഴിയാണ് നടത്തുന്നത്. 1. 2. GST കോമ്പൻസേഷൻ തുക യഥാസമയം തരുന്നില്ല. അതായത് അത് വച്ച് താമസിപ്പിക്കുന്നു. അത് കൊടുക്കുന്നതിൽ ഒരുപാട് അനിശ്ചിതത്വമുണ്ട്. അതൊരു വലിയൊരു തർക്ക വിഷയമായിട്ട് മാറുന്നു. ഒരു സെൻട്രൽ ഗവൺമെൻറ് ഒരു GST നടപ്പിലാക്കിയപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കാമെന്ന് പറഞ്ഞ തുക കൊടുക്കുന്നില്ല. അത് വച്ച് താമസിപ്പിക്കുന്നു, അതിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നു, അങ്ങനെ സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി മോശമാക്കുന്നു. അടുത്ത ഒരു ആർഗ്യുമെൻറ്റ് ഈ വായ്പാ പരിധിയുടെ കാര്യമാണ്. അതായത് സംസ്ഥാനങ്ങൾക്ക് എടുക്കാവുന്ന വായ്പയുടെ ഒരു പരിധിയുണ്ട്. അതായത് 3% നേരത്തെ, അത് ഇപ്പോൾ 5% 2% വർദ്ധിപ്പിച്ചു. പക്ഷേ എന്താണ്, ഈ 2% വർദ്ധിപ്പിച്ചിട്ട് ആവശ്യമില്ലാത്ത വളരെ കടുത്ത നിബന്ധനകളാണ് അത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പല സംസ്ഥാനങ്ങൾക്കും ഈ അധിക വായ്പ എടുക്കാൻ കഴിയുന്നില്ല. കോവിഡ് കാലത്ത് ഇവിടെ വലിയ തകർച്ചയാണ്, സംസ്ഥാനങ്ങൾക്ക് പണമില്ല, സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വായ്പ എടുക്കണം. 2% കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചു എങ്കിലും അത് വളരെ കടുത്ത നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ നിബന്ധനകൾ വെച്ചിരിക്കുന്നതുകൊണ്ട് പല സംസ്ഥാനങ്ങൾ എടുക്കാൻ കഴിയാതെ അഡീഷണൽ വായ്പ എടുക്കാൻ കഴിയുന്നില്ല. അതേസമയത്ത് സെൻട്രൽ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത്? അവരാണെങ്കിൽ ഏതാണ്ട് 6% പിന്നീട് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ട്. പിന്നെ മറ്റ് പബ്ലിക് സെക്ടർ മറ്റ് മേഖലകളിൽ നിന്നെല്ലാം കൂടെ മേടിച്ചു കഴിഞ്ഞാൽ ചിലർ പറയുന്നതാണെങ്കിൽ 8% വരെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ട്. 6 മുതൽ 8% വരെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കേന്ദ്രത്തിലാകാം. ഇവിടെയാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി പോലും ആകാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടുണ്ട്. എനിക്കൊരു സംശയം, ഈ ഡോക്ടർ ഐസക്കിൻ്റെ ഈ ധന മാനേജ്മെൻറ്റ്
അല്ല അദ്ദേഹത്തിന്റെ ഈ ആർഗ്യുമെന്റുകളോട്, അദ്ദേഹത്തിന്റെ വാദഗതികളോട് അങ്ങ് യോജിക്കുന്നു? അല്ലല്ല, ഞാനീ പറഞ്ഞത് അതായത് ഈ കേന്ദ്ര സർക്കാർ ഇതിപ്പോ നേരത്തെ ഡോക്ടർ ഐസക്കിന്റെ കാര്യത്തിൽ അല്ലല്ല, ഇപ്പൊ ഡോക്ടർ ഐസക്കോ അല്ലെങ്കിൽ വേറൊരാളെന്നുള്ളതല്ല അതിനകത്തുള്ള ഇഷ്യൂ. അതായത് നേരത്തെ ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ, ഇവിടെ BJP ഗവൺമെന്റ് വരുന്നതിന് മുമ്പും ഇവിടെ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഉണ്ടായിരുന്നല്ലോ, ഈ കാര്യങ്ങളെല്ലാം ഒരു അന്തർബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ലേ? അതിൽ നിന്ന് വലിയൊരു ഡീവിയേഷൻ ഉണ്ടായി എന്നുള്ളതാണ് തോമസ് ഐസക്. GST കൗൺസിലിനല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്? GST കൗൺസിലിന്റെ കാര്യമല്ല, GST കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതെ, അത് GST കൗൺസിലാണല്ലോ തീരുമാനം. കേന്ദ്ര ഗവൺമെന്റ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കേണ്ടതാണ്. കേന്ദ്ര ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കേണ്ട കോമ്പൻസേഷൻ സമയത്തിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് ആരോപണമല്ല, അത് വസ്തുതയാണ്. അത് നമ്മൾ അംഗീകരിക്കണം. അതായത് ഒരു കേന്ദ്ര ഗവൺമെന്റ് GST നടപ്പിലാക്കിയപ്പോൾ GST വരവിൽ കാര്യമായ ഒരു കുറവുണ്ടെങ്കിൽ 14% റേറ്റിൽ കോമ്പൻസേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. എത്രത്തോളം കുറവ് വരും? ആ തുക ഇപ്പോൾ കൊടുക്കുന്നില്ല. പക്ഷേ ഈ ലോക്ക്ഡൌണും ഈ സാമ്പത്തിക തകർച്ചയും വരുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ അല്ലല്ല, അത് ശരിയാണ്. ഇനി അടുത്ത് വേറെ ഒരു കാര്യം കൂടെ ഞാൻ എനിക്ക് ഒരു സംശയം കൂടെ ഉണ്ട്. ഈ കേരളത്തിന് കടമെടുക്കാനുണ്ടായിരുന്ന പരിധി 3% GDP-യുടെ, അതിപ്പോൾ 5% പക്ഷെ കേരളത്തിന്റെ അവസ്ഥ, അന്ന് താങ്കൾ ഡോക്ടർ BA പ്രകാശ് ചെയർമാനായ കമ്മിറ്റിയാണ് UDF സർക്കാരിൻ്റെ കാലത്ത് ധനകാര്യ മാനേജ്മെൻറ്റ് ചെയ്തിരുന്നത്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് ഈ എത്രയായിരുന്നു കേരളത്തിൻ്റെ കടമെന്ന്. ഡോക്ടർ ഐസക് വന്ന് ഇന്നുണ്ടാക്കി വെച്ചിരിക്കുന്ന കടം എത്രയാണ്? പെറ്റു വീഴുന്ന കുട്ടിക്ക് പോലും 1 ലക്ഷം രൂപ വീതം കടം വരുന്നില്ലേ? അങ്ങനെ കയറി വിടാൻ പറ്റുമോ ഐസക്കിനെ? അല്ലല്ല, ഞാൻ പറയട്ടെ. അതായത് ഇവിടെ കേരള പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ 3 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. അതെ, 3 വർഷം 3 റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതെ, പിന്നെ ധനകാര്യ കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 5ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 5ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് ഐസക് 2 വർഷം നടപ്പിലാക്കിയില്ല. അതിൽ പ്രധാനമായിട്ടുള്ള ധന ശുപാർശകളൊന്നും നടപ്പിലാക്കിയില്ല. അക്സെപ്റ്റ് ചെയ്ത റെക്കമെൻഡേഷൻ ഭൂരിപക്ഷം നടപ്പിലാക്കിയില്ല. ഇതാണ് ആ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ധനമന്ത്രി എന്നുള്ള നിലയിൽ അതായത് ഒരു ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മീഷനാണ്. സെൻട്രൽ കമ്മീഷൻ പോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മീഷനാണ്. അത് അംഗീകരിക്കാൻ തോമസ് ഐസക് തയ്യാറായിട്ടില്ല. അത് തോമസ് ഐസക്കിൻ്റെ വലിയ വീഴ്ച തന്നെ. അത് ഞാൻ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളിവിടെ പറയുന്ന ഒരു കാര്യം, കേന്ദ്ര സർക്കാർ, നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ബന്ധങ്ങളിലാണല്ലോ. ആ കാര്യത്തിൽ ഗൗരവമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കാരണം എന്താണെന്ന് അറിയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ 4-5 മാസം കൊണ്ട് ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും സെൻട്രൽ എക്സൈസിൽ എത്ര പ്രാവശ്യം വർധന വരുത്തി? അതായത് ഇപ്പം ദിവസങ്ങളോളം വർധന വരുത്തിയിരിക്കുന്നു. ആ സെൻട്രൽ ടാക്സിൽ വലിയ വർധന വരുത്തിയിട്ടുണ്ട്. അതുമൂലം നേരത്തെ 70-75 പെട്രോളിൻ്റെ വിലയായിരുന്നു, ഇപ്പോൾ 80-88 മാറി. അതിൻ്റെ ഇമ്പാക്റ്റ് കേരളത്തിൽ എത്രത്തോളം വലിയ തകർച്ച ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാമോ? കേരളത്തിൽ ഇപ്പോൾ മൊത്തം 141 ലക്ഷം വാഹനങ്ങളുണ്ട്. 141 ലക്ഷം വാഹനങ്ങളുണ്ട്. അതായത് ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് 7 ലക്ഷമാണുള്ളത്, കാറ് 2 ലക്ഷം, സ്കൂട്ടർ മോട്ടോർ ബൈക്ക് 92 ലക്ഷം എന്ന് പറയുമ്പോൾ ഈ വർധന എന്ന് പറഞ്ഞാൽ ഈ മാന്യകാലത്ത് ഇത്രയും വലിയ വർധന ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ മുഴുവനും നശിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് പറയേണ്ടിയിരിക്കുന്നു. അല്ല, എനിക്ക് അതിനകത്തൊരൊറ്റ സംശയം ശ്രീനിധി, ഇത് നമ്മുടെ മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്ന ആ ഇതിൽ കമ്പനികൾക്ക്, പെട്രോളിയം കമ്പനികൾക്ക് ഈ വില നിർണ്ണയിക്കാനുള്ള അധികാരം കൊടുത്തത് മൻമോഹൻ സിംഗ് ആണ്. അതിലെന്തെങ്കിലും മാറ്റം പിന്നീട് നരേന്ദ്രമോദി വരുത്തിയിട്ടുണ്ടോ? അല്ല, ഇതിപ്പോൾ ഞാൻ പറയുന്ന ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഈ കേന്ദ്ര സർക്കാർ വരുത്തിയ അന്തർദേശീയ മേഖലയിൽ പെട്രോളിന്റെ വില ഇടിയുന്നു എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. ക്രൂഡ് ഓയിലിന്റെ വില ഒരുപാട് ഇടിഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ഈ കഴിഞ്ഞ 4-5 മാസം കൊണ്ട് വരുത്തിയ വർധന കേരളത്തിന്റെ, അതായത് ഇപ്പോൾ ഈ 141 ലക്ഷം വാഹനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ജനത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം അല്ലെങ്കിൽ അതിനടുത്ത് വാഹനങ്ങളുണ്ട്. ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെ മുഴുവൻ ഈ മാന്യകാലത്ത് വലിയ തകർച്ചയിലേക്കല്ലേ നയിച്ചിരിക്കുന്നത്? അല്ല, ഇവിടെ ഇദ്ദേഹം പറഞ്ഞതിന് അനുബന്ധമായിട്ട് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റി പറഞ്ഞു. അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന നികുതി വിഹിതം നിർണ്ണയിക്കുന്നത് ധനകാര്യ കമ്മീഷനാണ്.
15-ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. വന്നു കഴിഞ്ഞു, പാർലമെൻറ്റിൽ വെച്ചിട്ടുണ്ട്. അത് നാളത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ സംസ്ഥാനങ്ങളുടെ വിഹിതം എത്രയാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. 14-ാം ധനകാര്യ കമ്മീഷൻ്റെ ഏറ്റവും വലിയ ഒരു തന്ത്രപരമായൊരു നീക്കം നടത്തിയത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 42% റവന്യൂ സംസ്ഥാനങ്ങൾക്ക് വീതിച്ച് നൽകാനുള്ള തന്ത്രപരമായൊരു റെക്കമെൻഡേഷനാണ് 14-ാം ധനകാര്യ കമ്മീഷന്. നേരത്തെ 31% ഉള്ളായിരുന്നു. 11% കൂട്ടി 42% സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതമായിട്ട് കൊടുക്കുന്നത്. അത് ചെറിയ കാര്യമല്ല ഡോക്ടറെ, അത് നമ്മൾ മനസ്സിലാക്കണം. 15% അവിടെ കൂടിയിരിക്കുന്നത്. കൂട്ടിയത് മൂലം പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടിയ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അല്ല, അതിലേക്ക് വരുന്നതിന് അതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, അത് ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഇപ്പം നമ്മളിപ്പം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരിയാണ്. മോദി ഗവൺമെൻറ് കഴിഞ്ഞ 14 ശേഷം ഈ 2020 ഡിസംബർ വരെ ഏകദേശം 12 പ്രാവശ്യം ഡീസലിനും പെട്രോളിനും ഡ്യൂട്ടി കൂട്ടിയിട്ടുണ്ട്. ഗവൺമെന്റ് കൂട്ടിയിട്ടുണ്ട്. എക്സൈസ് ഡ്യൂട്ടി കൂട്ടുന്ന കമ്പനികളാണ്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്നത് പിന്നെ 1 ലിറ്റർ പെട്രോളിൻ്റെ മൊത്തം വിലയിൽ ഏകദേശം 68 രൂപയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സംസ്ഥാനങ്ങളും ഏറ്റെടുക്കുകയാണ്. ഇപ്പം സംസ്ഥാനം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ പെട്രോളിന് 30.06% ടാക്സാണ്. അതേപോലെ ഡീസലിന് 26.8%. ഇപ്പോൾ ഡോക്ടർ ഇവിടെ പറഞ്ഞതുപോലെ 1,40,000 വെഹിക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അല്ലല്ല, തീർച്ചയായിട്ടും അത് ചെയ്യാവുന്നതേ ഉള്ളൂ. 31% 2% കുറച്ച് കഴിഞ്ഞാൽ തന്നെ വില കുറയ്ക്കാൻ പറ്റും. ഇപ്പം UDF ഗവൺമെൻറ് 2 പ്രാവശ്യം കേരളത്തിൽ ചെയ്തിട്ടുണ്ട്, 2-3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം GSTയുടെ കളക്ഷനിലുണ്ടായിട്ടുള്ള ഭീമമായ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പെട്രോളിൻ്റെ എക്സൈസ് തീരുവ ഏകദേശം 1.6 ലക്ഷം രൂപ കൂട്ടിയിട്ടുണ്ട് യൂണിയൻ ഗവൺമെൻറ്. തീർച്ചയായിട്ടും അവർക്ക് GST കളക്ഷൻ കുറയുന്ന അവസരത്തിൽ പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റിയത് എക്സൈസ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എക്സൈസ് ഡ്യൂട്ടിയാണ്. അത് കൂട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും. അത് സംസ്ഥാനങ്ങൾക്ക് നഷ്ടം വരികയാണെങ്കിൽ സംസ്ഥാനങ്ങളും യൂണിയൻ ഗവൺമെൻറ്റും തമ്മിൽ ആലോചിച്ച് സംസ്ഥാനങ്ങൾക്കും കുറയ്ക്കാം, ഗവൺമെൻറ് വേണ്ടിക്കും കുറയ്ക്കാം. പരസ്പരം കുറ്റം പറയുന്ന ഒരു കാഴ്ചയാണ്. ഇതാണ്, അതായത് മാന്യകാലത്ത് രാജ്യം മുഴുവനും തകർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്രയും വലിയ ഒരു നികുതി ചുമത്തി സാമ്പത്തിക പ്രവർത്തനങ്ങൾ മുഴുവനും തുലയ്ക്കണോ എന്നുള്ളതാണ് ചോദ്യം. മറുപടി പറഞ്ഞു. അതല്ല, അതിനകത്തൊരു മറുപടി എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചും മറ്റുമൊക്കെ ഒരുപാട് പറയുമ്പോൾ ഇതിനൊരു ഡിറ്ററൻ്റ് ആയിട്ട് തന്നെയാണ് ഒരു പെട്രോൾ സുരേഷ് പറയൂ സാർ പറയൂ. ശ്രീ സെൻകുമാർ പറയൂ. സുരേഷ്, ഇതിന് പറയാനുള്ളത് പ്രകാശ് സാർ പറയുന്നതിൽ ഒരു കാര്യം, ഇപ്പം 13 രൂപ പെട്രോളിൻ്റെയും 15 രൂപ ഡീസലിൻ്റെയും എക്സൈസ് ഡ്യൂട്ടി 2 തവണയായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഇതിനിടയ്ക്ക് വർദ്ധിപ്പിച്ചു. അത് ഈ നമ്മുടെ ലോക്ക്ഡൗണും അതിനുശേഷമുള്ള പീരീഡിലെയും വളരെ എന്താ പറയുന്ന റവന്യൂ ലോസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. പക്ഷേ സാറ് പറയുന്നതിൽ അർത്ഥം അല്പം കുറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, വാഹനങ്ങൾ ഓടാൻ പാടില്ലാത്ത സമയം, ആർക്കും പുറത്തിറങ്ങാൻ പാടില്ലാത്ത സമയം, അപ്പൊ ഇതിന് വില കുറച്ചാലും ആരെവിടെയാ പോകാന്? ഇപ്പൊ ലോക്ക്ഡൌൺ ഉള്ള സമയത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില 10 രൂപയ്ക്ക് കുറച്ചൊന്ന് വെച്ചോളൂ ലിറ്ററിന്. ആരെവിടെയാ പോവുക? അപ്പൊ അതേപോലെ ലോക്ക്ഡൌണിന് ശേഷവും നമ്മൾ ക്രമാനുഗതമായിട്ട് ലോക്ക്ഡൌൺ കുറച്ചുകൊണ്ട് വന്ന സമയത്തും യാത്ര ആർക്കും പോസിബിൾ ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കേരളത്തിലെ 1,41,00,000 വാഹനങ്ങൾക്കും കാര്യമായ വ്യത്യാസം കൊണ്ട് സംഭവിക്കുന്നില്ല. മാത്രമല്ല നമ്മൾ ഇതിനെ പ്രേരിപ്പിക്കേണ്ടത്, ഇനി ഇപ്പൊ ഗവൺമെന്റ് തന്നെ എടുത്ത പോളിസി ഉണ്ട്, ഇലക്ട്രിക് വെഹിക്കിൾസിലേക്കും അല്ലെങ്കിൽ ഇപ്പൊ CNGയിലേക്കും അതുപോലെ ഫ്യൂവൽ സെൽ വെഹിക്കിൾസിലേക്കും മാറുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പൊ കേരള ഗവൺമെന്റ് ഈ വർഷത്തെ ബജറ്റിൽ പോലും ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന്റെ ടാക്സ് കുറച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനിയും പെട്രോളിയം ഡീസൽ കണ്ടമാനം ഇറക്കുമതി ചെയ്യുന്ന വിധത്തിലും പ്രകൃതിയെ ദൂഷിതമാക്കുന്ന വിധത്തിലും സൗകര്യങ്ങൾ കൊടുക്കാനായിട്ട് അധികം പോകരുത്. പക്ഷെ വളരെ കൂട്ടിക്കൊണ്ടുപോകണം ഇമ്മീഡിയറ്റ് ആയിട്ടാണെന്നല്ല ഞാൻ പറയുന്നത്. 2013 74 രൂപ ഉണ്ടായിരുന്ന പെട്രോളിന് ഇപ്പോൾ 84 രൂപയായി, അല്ലെങ്കിൽ 76 രൂപ ഉണ്ടായിരുന്ന ഡീസലിന് ഇപ്പോൾ 74 രൂപ ഇരുന്ന ഡീസലിന് 84 രൂപയായി. അതുപോലെ 76 രൂപ ഉണ്ടായിരുന്ന പെട്രോളിന് 86 രൂപയായി.
8 വർഷം കൊണ്ട് വന്ന വർധന എന്ന് പറയുന്നത് 10 രൂപ മാത്രമാണ്. അത് ആലോചിച്ച് നോക്കണം. മറ്റേത് പ്രൊഡക്റ്റാണ് ഈ 8 വർഷം കൊണ്ട് ഇത്ര കുറവ് വർദ്ധിച്ചിട്ടുള്ളത്? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പറയുന്ന രീതിയിൽ പെട്രോളിയം പ്രൊഡക്ട്സിന്റെ വിലയെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പെട്രോളിൻ്റെ പ്രൈസ് ഒക്കെ കുറയ്ക്കുന്ന കാര്യമൊക്കെ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കിഫ്ബിയിൽ പെട്രോൾ സെസ് വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ അലോക്കേഷൻ വരുന്നത്, അതുപോലെ തന്നെ വെഹിക്കിൾ ടാക്സസും. അപ്പം ഇവിടെ നമുക്ക് പറയാൻ ഒക്കുന്ന ഇത് നികുതി ഭാരം മുഴുവൻ പെട്രോളിൻ്റെ കാര്യത്തിലാണെന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഒരു നെറേറ്റീവ് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം സെൻകുമാർ സാർ വളരെ കൃത്യമായിട്ട് അതിനൊരു മറുപടി പറഞ്ഞു. അതിനൊരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യത്തിലും ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്നതിൻ്റെ ഒരു ഉത്തേജനം മാത്രമല്ല, അങ്ങനെ ഒരു വലിയ വർധനവ് ഇതിനകത്ത് വന്നിട്ടില്ല. ഗവൺമെൻറ് മോപ്പപ്പ് ചെയ്തു ഈ വർധനവിൽ അല്ലെങ്കിൽ ഈ വില കുറഞ്ഞതിനെ. വാസ്തവം പറയാൻ നമ്മൾ പണ്ട് ഓഫ് ബഡ്ജറ്റായിട്ടൊക്കെ പെട്രോൾ ബോണ്ട്സും മറ്റുമൊക്കെ ഇറക്കിയിരുന്നു. ആ ബോണ്ടും ഒക്കെ റിട്രീവ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ അതൊക്കെ ഒരു വെച്ച് നോക്കുമ്പോൾ പിന്നെ ഇതിനൊക്കെ പുറമെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വില കുറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഓട്ടോറിക്ഷയുടെ ഫെയർ പോലും കുറഞ്ഞിട്ടില്ലാത്ത ഒരു രാജ്യമാണ്. ബാധിക്കുന്നില്ല. അതായത് പെട്രോളിൻ്റെ വില കുറച്ചത് കൊണ്ട് നമുക്കൊരിക്കലും ഒരു സാധനത്തിൻ്റെ വിലയോ അല്ലെങ്കിൽ ട്രാവൽ കോസ്റ്റോ ഒന്നും കുറയുന്നില്ല. എനിവേ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഈ പറയുന്ന GST കളക്ഷൻ്റെ കാര്യത്തിലൊക്കെ എന്താണ് റോബസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ല, ഈ ഫാം ബില്ല് തന്നെയാണ്. നമുക്ക് ഈ പറയുന്ന എന്തുകൊണ്ടാണ് പഞ്ചാബിലും മറ്റുമുള്ള ആളുകൾ ഈ ബ്രോക്കർ സ്റ്റർ എന്നേ ഞാൻ പറയുള്ളൂ, അല്ലാതെ ഈ ദല്ലാളന്മാരുടെ ഒരു പ്രക്ഷോഭമായിട്ടാണ് ഈ ദില്ലി ചലോ പ്രക്ഷോഭം ഞാൻ കാണുന്നത്. കാരണം ഇതിനകത്ത് മേജറായിട്ട് ഒളിഞ്ഞിരിക്കുന്നത് ഒരു ടാക്സേഷൻ ആംഗിളുണ്ട്. അതായത് ഫാർമറിന് മാത്രമേ ഈ പറയുന്ന ഫാം ഇൻകം ആയിട്ട് ഡിക്ലെയർ ചെയ്യാനൊക്കെ ഉള്ളൂ. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഇതെല്ലാം ഫാമർ, അതായത് കോളിഫ്ലവർ ഉണ്ടാക്കി വിറ്റ് നമ്മുടെ ഒരു ഫോർമർ ഫിനാൻസ് മിനിസ്റ്റർ കോടികൾ ഉണ്ടാക്കിയ ചരിത്രം നമുക്കറിയാം. അതുപോലെ തന്നെ 10 ഏക്കർ സ്ഥലത്ത് 113 കോടി രൂപ ഉണ്ടാക്കിയ ചില അഗ്രികൾച്ചർ മിനിസ്റ്റേഴ്സ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഇനിയുള്ള കാലഘട്ടത്തിൽ നടക്കില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അപ്പോൾ നാച്ചുറലി നമ്മുടെ ഡയറക്റ്റ് ടാക്സ് കളക്ഷനും ഇൻഡയറക്റ്റ് ടാക്സ് കളക്ഷനും ഒരുപക്ഷെ വളരെയധികം കൂടാനുള്ള ചാൻസ് നമ്മുടെ ഈ ഫാം ബില്ല് ഇംപ്ലിമെൻറ്റേഷനിലൂടെ വരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പറയുന്ന മണ്ഡി ബില്ല്. കാരണം 15 ഈ പ്രാവശ്യത്തെ എക്കണോമിക് സർവേയിൽ 15 പോയിൻറ്റേഴ്സാണ് ഈ അഗ്രികൾച്ചർ റിഫോംസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. 14 പ്രാവശ്യം പാർലമെൻറ്റിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും കമ്മിറ്റി റിപ്പോർട്ട് വരെയും പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് 15ാമത്തെ പോയിന്റിലാണ് നമ്മൾ ഈ ഫാം ബിൽസ് നമ്മൾ പാസ്സാക്കിയത്. അപ്പം ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ GST കളക്ഷനും മറ്റുമൊക്കെ വളരെയധികം സഹായം ഉണ്ടാകും. ഡയറക്റ്റ് ടാക്സ് കളക്ഷനെ ഇമ്പാക്റ്റ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ GST പോലുള്ള ആ കളക്ഷൻസിൻ്റെ മറ്റും ഒരു മോപ്പപ്പ് ഭയങ്കര ഹൈ ആകാനുള്ള ചാൻസ് ഈ ഒരു സെക്ടറിൽ നിന്ന് തന്നെ ഉണ്ട്. ഓക്കെ, ഡോക്ടർ വിനീത ഹരിഹരൻ വളരെ പെട്ടെന്ന് പറയാം GST കുറിച്ച്. year-on-year growth ആണ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 12% year-on-year growth റെക്കോർഡ് ചെയ്ത് 1.15 lakh crore ആയതാണ് ഈ എൻഡ് ഓഫ് ദ ഇയർ ബിഗിനിങ്ങിൽ ഒരു ന്യൂ ഇയറിൽ ഒരു ന്യൂസ് വന്നത്. ബേസിക്കലി നമ്മൾ ഇമ്പോർട്ട്സ് വഴിയാണ് കൂടുതൽ GST കളക്ഷൻസ് വരുത്താൻ പറ്റിക്കുന്നത്. ബിക്കോസ് ഓഫ് വേരിയസ് റിഫോംസ് നമ്മൾ പോർട്ട് ക്ലിയറൻസസിലും ഫേസ്ലെസ് അസസ്മെന്റിൽ കുറെ ഹറാസ്മെന്റ് ഫേസ് ചെയ്യണത് അതൊക്കെ നമ്മൾ റിസോൾവ് ചെയ്തിട്ടാണ് നമ്മൾ കുറെ GST കളക്ഷൻസ് കൂട്ടിയത്. പിന്നെ ഇവേസീവ് ടാക്സ് ഇവേഡേഴ്സിന് കുറെ അത് ചേസ് ചെയ്തിട്ടാണ് കുറെ 10,000 15,000 crore അത് ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ GST കൂട്ടാൻ പറ്റിയത്. പിന്നെ വേറെ പാനലിസ്റ്റ് പറയണ്ടായിരുന്നു നമുക്ക് സ്റ്റേറ്റ്സിലേക്ക് ബഡ്ജറ്റ്സ് ഡെവല്യൂഷൻ ഓഫ് ഫണ്ട്സ് ഇല്ല എന്ന്. ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ സ്പിരിറ്റ് ആണ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരുപാട് പദ്ധതികളും ഒരുപാട് പ്രോഗ്രാംസും ഒരുപാട് സബ്സിഡീസും ഗ്രാന്റ്സ് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് ത്രൂ വേരിയസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രോഗ്രാംസ്. അത് എന്തുകൊണ്ടാണ് സ്റ്റേറ്റ്സ് അത് യൂസ് ചെയ്യാത്തത്? സ്റ്റേറ്റ്സിന്റെ ഈ ഗവൺമെന്റ് ഒരു മന്ത്രമാണ് റിഫോം ഓർ പെരിഷ് എന്നാണ്, റിഫോം ആൻഡ് ട്രാൻസ്ഫോം. സോ ഇഫ് സ്റ്റേറ്റ്സ് ആർ നോട്ട് പ്രൊആക്റ്റീവ്ലി ആയിട്ട് അവർ ഈ പ്രോഗ്രാംസും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രോഗ്രാംസ് ഡിവോൾവ് ചെയ്യുന്ന പ്രോഗ്രാംസും ഫണ്ട്സ് യൂസ് ചെയ്യാൻ പറ്റണം. ആ പ്രോഗ്രാമിന്റെ ഫ്രെയിം വർക്കിന്റെ ഉള്ളില് അവര് പ്രവർത്തിച്ചിട്ട് അത് അവര് യൂസ് ചെയ്യണം. കുറെ മേഖലകളിൽ വി ആർ ഗിവിംഗ് സബ്സിഡീസ് ആൻഡ് ഗ്രാന്റ്സ് ആൻഡ് ഫണ്ട്സ്. ഇപ്പൊ ഞാൻ തന്നെ ഐ വാസ് ഹെഡിങ് വേരിയസ് നാഷണൽ മിഷൻസ് ഫ്രം ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. സോ സ്റ്റേറ്റ്സ് പ്രൊആക്റ്റീവ്ലി ആയിട്ട് അത് പ്രോഗ്രസീവ്ലി അത് നേടിയെടുക്കണം ഈ ഫണ്ട്സ്. ഇപ്പൊ തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീസ ഇങ്ങനത്തെ കുറെ സ്റ്റേറ്റ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രോഗ്രാം ഫണ്ട്സ് യൂസ് ചെയ്തിട്ട് കുറെ അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഏത് മേഖലയിലാണ് അത്?
അത് ഞാനിപ്പോ നാഷണൽ മിഷൻസ് ഹെഡ് ചെയ്ത് റൂറൽ ഡെവലപ്മെന്റ് മേഖലയിലാണ്, പിന്നെ MSME മേഖലയിലും നാഷണൽ മിഷൻസ് ഹെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രോഗ്രസീവ് സ്റ്റേറ്റ്സ് പറയാനായിട്ട് ഉത്തർപ്രദേശ്, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ് ഇവരൊക്കെയാണ് പ്രോഗ്രസീവ് ആയിട്ട് ഓടിയെടുത്ത് പ്രോഗ്രാം ഫണ്ട്സും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുക്കുന്നത്. അതിൽ നമുക്ക് കുറച്ച് റിഫോംസും കുറച്ച് പ്രോഗ്രസ് കാണിക്കണം സ്റ്റേറ്റ്സിന്റെ പെർഫോമൻസ്. അല്ല, ഒരു കാര്യം അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, എന്താണ് കേരളത്തിന്റെ പ്രശ്നം? ഞാനൊന്ന് ഇൻ്റർവ്യൂ ചെയ്തോട്ടെ. മാം പറയുന്നതിന് മുമ്പായിട്ട് കേരളത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ വലിയ പ്രോജക്ട്സ് കൊടുക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മാച്ച് 70% സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കും, 30% സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷനിൽ കൊടുക്കുമെന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് വയ്ക്കുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഈ പറയുന്ന അപ്പോയിൻമെൻറ്റ്സിലാണെങ്കിലും അല്ലെങ്കിൽ ലൊക്കേഷനിലാണെങ്കിലും ഒക്കെ കണ്ടീഷണാലിറ്റീസ് കൊണ്ടുവരും. ഈ കണ്ടീഷണാലിറ്റീസ് ഒരിക്കലും ആക്സെപ്റ്റബിൾ ആയിരിക്കില്ല. അങ്ങനെയാണ് നമുക്ക് ഫണ്ട്സ് പോകുന്നതെന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നു. സോറി, ഞാൻ പറയൂ, ഫിനിഷ് ചെയ്യൂ. നമ്മൾ പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യുമ്പോൾ ലൊക്കേഷൻസിനൊക്കെ കുറെ സയന്റിഫിക് ആയിട്ട് ലൊക്കേഷൻസ് നമ്മൾ കൊടുക്കും. അപ്പൊ അതിൽ ഫ്രീഡം ഉണ്ട് സ്റ്റേറ്റ്സിൽ ചൂസ് ചെയ്യാനായിട്ട് ഏത് ലൊക്കേഷനിൽ അവർക്ക് ക്ലസ്റ്റേഴ്സ് വേണ്ട, അവർക്ക് പ്രോഗ്രാം എവിടെയാണ് ഡിവോൾവ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമ്മൾ ഫുൾ സ്റ്റേറ്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് പ്രോഗ്രാംസും ഫണ്ട്സ് ഡിവോൾവ് ചെയ്യുന്നത്, നോട്ട് എനി പെർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസി ഓർ എനി പെർട്ടിക്കുലർ ഡിസ്ട്രിക്ട്. therefore states proactive ആയിട്ട് ഈ ഫണ്ട്സ് യൂട്ടിലൈസ് ചെയ്യണം. കേരളത്തിന്റെ പ്രശ്നം എന്താണെന്ന് കുറെ പ്രോഗ്രാംസ് മിഷൻസ് കേരള കുറെയൊക്കെ പ്രോഗ്രസ് ചെയ്തിട്ട് അത് നേടിയെടുത്തിട്ടുണ്ട് കുറെ പ്രോഗ്രാംസ്. പക്ഷെ ഇപ്പോ അത് അത്രത്തോളം അവർ പ്രോഗ്രസീവ് ആയിട്ട് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫണ്ട്സിന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അവർ പ്രോഗ്രസീവ് ആയിട്ട് റിഫോം മെഷേഴ്സും അത് എടുക്കുന്നില്ല. അതാണ് ഒരു പ്രശ്നം. ഓക്കെ, നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് വരാം. ഒരു ഇടവേള അനിവാര്യമായിരിക്കും. വീണ്ടും ചർച്ചയിലേക്ക്. നമ്മൾ ഇത്തവണത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആയുർദൈർഘ്യം. നേരത്തെ ഇന്ത്യയുടെ ആയുർദൈർഘ്യം 50 വയസ്സായിരുന്നു. അത് 70 വയസ്സാക്കി കൂട്ടാൻ നമുക്ക് കഴിഞ്ഞു. ആയുഷ്മാൻ ഭാരത് അടക്കമുള്ള പദ്ധതികൾ 69,000 കോടി, അതായത് മൊത്തം ആഭ്യന്തരോൽപാദനത്തിൻ്റെ 1.5% നമ്മൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരുന്നത്. ഇത്തവണ നിർമ്മല സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ച സാമ്പത്തിക അവലോകന രേഖയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 3% തുക ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെക്കണം. അങ്ങനെ വന്നാൽ ഇപ്പോൾ ഈ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചികിത്സാ ചെലവിൻ്റെ 60% വഹിക്കേണ്ടി വരുന്ന സാധാരണക്കാരന് അത് 30% ആക്കി കുറയ്ക്കാൻ കഴിയണം. അപ്പോൾ ആ തരത്തിൽ ആരോഗ്യ പരിപാലനം അല്ലെങ്കിൽ ഇൻഷുറൻസ് അടക്കമുള്ള മേഖലകളിലേക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനത്തിലേക്ക് മൊത്തം രാജ്യം മാറണം എന്നാണ് നിർമ്മല സീതാരാമൻ ഇന്നലെ നമ്മുടെ സാമ്പത്തിക അവലോകന രേഖയിൽ പറയുന്നത്. എങ്ങനെ കാണുന്നു നിയതി? നമ്മളത് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ഇതിന് കഴിയുമോ? ഒന്നാമത്തെ കാര്യം കഴിഞ്ഞെങ്കിൽ നമ്മുടെ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഈ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുകയുള്ളൂ. കാരണം ഇപ്പം എക്കണോമിക് സർവേ തന്നെ പറയുന്നുണ്ട് നമ്മളുടെ ആരോഗ്യ ചെലവിന് ഇപ്പം സുരേഷ് പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യ ചെലവിൻ്റെ 60% പോക്കറ്റിൽ നിന്ന് സ്വയം ചിലവാക്കുകയാണ്. അത് കുറച്ച് 30% കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് തന്നെ ഏകദേശം 20% ആൾക്കാരെ പോവർട്ടി ലെവലിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന്, ദാരിദ്ര്യ മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ ഇവിടെ മനസ്സിലാക്കേണ്ടത് വർഷങ്ങളായിട്ട് തന്നെ പറയുന്നുണ്ട്, എല്ലാ എക്കോണമിസ്റ്റുകളും പറയുന്നുണ്ട്, വേൾഡ് ബാങ്കും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും മറ്റുള്ള എല്ലാ ഏജൻസികളും ആവശ്യപ്പെടുന്നത് വികസിത രാജ്യങ്ങൾ അവരുടെ GDPയുടെ 5% മുകളിൽ ഹെൽത്ത് സെക്ടർ ചിലവഴിക്കുന്നുണ്ട്. അതേ പാറ്റേണിൽ ഇന്ത്യയും ചിലവഴിക്കണമെന്നാണ്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എക്കണോമിക് സർവേയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ GDPയുടെ ഏകദേശം 2.5 അല്ലെങ്കിൽ 3% വരെ നമ്മുടെ ഹെൽത്ത് സെക്ടറിനെ ചിലവഴിക്കണം എന്നുള്ളതിനെ പറ്റി. അവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിലും അതേപോലെ തന്നെ നമ്മുടെ മറ്റു മഹാമാരികളുടെ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത് സെക്ടറിൻ്റെ എക്സ്പെൻഡിച്ചർ നമ്മുടെ GDPയുടെ 3% അല്ലെങ്കിൽ 3.5% ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും, ജനങ്ങളുടെ മെച്ചപ്പെട്ട ആരോഗ്യ നിലവാരം കൈവരിക്കാൻ കഴിയും. അങ്ങനെ 2021-22 തീർച്ചയായിട്ടും
ഈ പ്രാവശ്യത്തെ നടപ്പ് സാമ്പത്തിക വർഷത്തെ 69,000 കോടി രൂപയിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു വലിയ ജമ്പ് തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത് സെക്ടറിൽ ഉണ്ടാകും. ഹെൽത്തിനുള്ള അലോക്കേഷൻ വളരെ ഉയർത്തുമെന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ ഡോക്ടർ ടി പി സെൻകുമാർ, ഇതിനകത്ത് ഒരു പ്രശ്നം, ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി മര്യാദയ്ക്ക് നടപ്പാക്കാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഇത്രയും വലിയ ഒരു തുക ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെക്കുമ്പോൾ കേരളം ഹെൽത്ത് സെക്ടറിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുള്ള സ്ഥിതിയാണ്. പക്ഷേ സ്വകാര്യ ആസ്പത്രികളാണ് അത് കൊയ്യുന്നത്. സ്വകാര്യ മേഖലയാണ്. സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇതെങ്ങനെ മാറ്റം വരുത്തും? ഒന്ന്, ആയുഷ്മാൻ ഭാരത് നമ്മൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി നടപ്പാക്കിയാൽ, രണ്ട്, ഇപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ നമ്മുടെ ഹെൽത്ത് സെക്ടറിൽ, ഗവൺമെൻറ് ഹെൽത്ത് സെക്ടറിലും വരുന്നുണ്ട്. അത് കുറേ കൂടി നല്ല രീതിയിൽ മുകളിലെ തലം വരെ, മെഡിക്കൽ കോളേജുകൾ ആ സ്ഥലം വരെ നന്നായിട്ട് നടപ്പാക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ രണ്ടും കൂടി വെച്ച്, അതായത് ഒന്ന് സ്റ്റേറ്റിൻ്റെ ഇൻഷുറൻസ് കിട്ടുന്നത്, അപ്പോൾ അത് വളരെ ചെറിയ തുകയ്ക്ക് വലിയൊരു തുക ഓരോ കുടുംബങ്ങൾക്കും കിട്ടുകയാണെങ്കിൽ തന്നെ അവരുടെ ഈ കാര്യങ്ങളിൽ വളരെയധികം സഹായിക്കാൻ സാധിക്കും. പക്ഷേ ഗവൺമെൻറ് അതിന് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ അത് എല്ലാവർക്കും എടുക്കാനുള്ള സൗകര്യം, അതുപോലെ ഇത് ഒരു മാൻഡേറ്ററി കാര്യമായിരിക്കണം. ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് അതിൻ്റെ കണക്കാക്കിയിട്ടുള്ള പല ചെലവുകളുമല്ല ഈവൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലും പലപ്പോഴും ആക്സെപ്റ്റ് ചെയ്യുന്നത്. എനിക്കറിയാം ശ്രീചിത്രയിൽ പോലും അത് ഇതുവരെ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ഗവൺമെൻറ്റുകൾ നടപ്പാക്കുന്ന ഇത്തരം സ്കീംസ്, നേരത്തെ ഡോക്ടർ വിനീത പറഞ്ഞതുപോലെ, ഇത് പെട്ടെന്ന് നടപ്പാക്കിയെടുക്കാനായിട്ടുള്ളൊരു കാര്യക്ഷമമായ പ്രവർത്തനം സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കണം. എങ്കിലേ ജനങ്ങൾക്ക് ആ പ്രയോജനം കിട്ടുള്ളൂ. അപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇപ്പോൾ പാൻഡമിക് ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാ ഗവൺമെൻറ്റുകളും കുറേ കൂടി ശ്രദ്ധിക്കും. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും അടിസ്ഥാനപരമായിട്ടുള്ള റിസർച്ച് ബെറ്ററാക്കുന്നതിനും അതുപോലെ ഈ മേഖലകളിലേക്ക് ഇപ്പോൾ ജനറിക്കായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നതിന്, അതുപോലെ അങ്ങനെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് തന്നെ നടപ്പാക്കിയിട്ടുള്ള ആ സിസ്റ്റം തന്നെ കേരളത്തിൽ പ്രോപ്പറായിട്ട് നടപ്പാക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന മരുന്നുകൾക്ക് എത്രയോ വില കുറച്ച് കിട്ടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്കീംസ് നടപ്പാക്കാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇൻ്റർഫിയർ ചെയ്താൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഈ ലോഞ്ചിറ്റിവിറ്റി ഓഫ് ലൈഫ് ഉള്ള കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ആണുങ്ങളായാലും സ്ത്രീകളും പുരുഷന്മാരും ജീവിച്ചിരിക്കുന്ന കേരളത്തിൽ അത് കുറേ കൂടി അവർക്ക് സഹായകരമായിട്ട് മാറും. ഓക്കെ, ഡോക്ടർ ബി എ പ്രകാശ്, സാധാരണക്കാരെ ഈ നിർദ്ദേശങ്ങൾ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? അതായത് ഈ നമ്മുടെ ഈ ആയുഷ്മാൻ ഭാരതിനെ കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം എനിക്കറിയാൻ. അതായത് ഒരു കാര്യം, നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഭരണത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ വികസനത്തിൻ്റെ തന്നെ അടിസ്ഥാന ലക്ഷ്യം ഈ പിന്നെ ദാരിദ്ര്യം കുറയ്ക്കുക എന്നുള്ളതാണല്ലോ. ദാരിദ്ര്യം കുറയ്ക്കുക, അതോടൊപ്പം തന്നെ ആരോഗ്യം മെച്ചമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അതിൽ ഈ ദാരിദ്ര്യത്തെ പറ്റി ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മളിപ്പോൾ കോവിഡ് മൂലം ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൽ കാര്യമായ ഒരു മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ ദാരിദ്ര്യം കൂടിയെന്നാണ് ലഭ്യമായ സ്ഥിതിവിവരങ്ങളൊക്കെ കാണിക്കുന്നത്. അത് ഉറപ്പാണ്. കാരണം തൊഴിൽ ഇല്ലാതായി, ഫാക്ടറികൾ പൂട്ടി, ആ സാഹചര്യത്തിൽ ദാരിദ്ര്യം കൂടും. അപ്പോൾ അത് നല്ലൊരു കാര്യമല്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ഒരു ഇൻ്റർനാഷണൽ ഏജൻസി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് വ്യൂ ഷേപ്പിലേക്ക് പോയി നമ്മളങ്ങ് മുകളിലോട്ട് പോകുന്നു എന്നാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ റാങ്ക് 94ആണ് എമംഗ് നേഷൻസ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2020 എന്ന് പറഞ്ഞാൽ നേപ്പാൾ 73ആണ്, പാകിസ്ഥാൻ 88, ഇന്തോനേഷ്യ 70, ബംഗ്ലാദേശ് 75. അതിനേക്കാളും പുറകിലാണ് ഇന്ത്യയുടെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്. പിന്നെ ഇറ്റ് വാസ് റാങ്ക്ഡ്, അതായത് നേരത്തെ നമ്മുടെ റാങ്ക് പിന്നീട് കഴിഞ്ഞ വർഷം ഏതാണ്ട് 117 രാജ്യങ്ങളിൽ 102ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ 94ആയിട്ട് കുറഞ്ഞു ഒരു വർഷം കൊണ്ട്. ഇത് ഒരു വേൾഡ് ഏജൻസിയുടെ ഒരു അപ്രൈസലാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ വേറൊരു കാര്യം,
ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ പോവർട്ടിയെ പറ്റിയുള്ള എസ്റ്റിമേറ്റ് നടത്തിയിരിക്കുന്നത് രംഗരാജൻ കമ്മിറ്റിയാണ് 2014. രംഗരാജൻ കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ടാസ്ക് ഫോഴ്സ് എക്സ്പെർട്ട് ഗ്രൂപ്പ് ഇന്ത്യയിലെ പോവർട്ടി എത്രയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണക്കുണ്ടാക്കിയിട്ടുണ്ട്. അത് 30% എന്നൊക്കെ അവർ പറയുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏതാണ്ട് പകുതിയോളം ജനങ്ങളും കുറേ കൂടെ ഒരു പോവർട്ടി ലൈൻ മാറ്റിയാൽ, അതിൻ്റെ നോംസ് മാറ്റിക്കഴിഞ്ഞാൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരുന്നതാണ്. പ്രത്യേകിച്ച് കോവിഡ് മൂലം എനിക്ക് തോന്നുന്നു ഒരു 10-15% ഈ ഒരു വർഷം കൊണ്ട് ഇന്ത്യയിലെ ദാരിദ്ര്യം അല്ലെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വളരെ ഗൗരവമായിട്ടുള്ള ഒരു മാറ്റവും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതും നമ്മൾ ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ബഡ്ജറ്റിനെ പറ്റി ചർച്ച ചെയ്യുമ്പോഴും ഫ്യൂച്ചറായിട്ടുള്ള നമ്മുടെ ഡെവലപ്മെൻറ്റിനെ പറ്റി ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ ഫ്യൂച്ചർ എക്കണോമിക് പെർസ്പെക്റ്റീവ്സിനെ പറ്റി ചർച്ച ചെയ്യുമ്പോഴും വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഹെൽത്ത് ഇത് ഈ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം കിട്ടും. ഇപ്പോൾ മനുഷ്യന് തൊഴിലില്ല, വരുമാനമില്ല, ആഹാരമില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അത് ഒരു ആദ്യ കാലഘട്ടത്തിൽ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ ആദ്യ പീരീഡിൽ അത് ഫലപ്രദമായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് വലിയൊരു ഇലോബറേറ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഉണ്ടായിരുന്നുകൊണ്ടാണ്. അല്ലാതെ അതായത് ഈ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ മറ്റ് ഇൻഷുറൻസോ അല്ലെങ്കിൽ മറ്റ് പരിപാടികളോ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളത് ലോകത്ത് ഈ കോവിഡ് വന്നപ്പോൾ ബോധ്യമായല്ലോ. UK-യിലോ USA-യിലും പോലും വലിയ ഹെൽത്ത് ഇൻഷുറൻസ് മറ്റ് സംവിധാനങ്ങളുണ്ടായിട്ട് ആളുകൾ ധാരാളം പേര് മരിക്കുകയാണ് ചെയ്തത്, പ്രത്യേകിച്ച് വൃദ്ധരായിട്ടുള്ള ആളുകൾ. പക്ഷേ ഈ സർക്കാർ സംവിധാനം അല്ലെങ്കിൽ സർക്കാരിൻ്റെ തന്നെ പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള രാജ്യങ്ങളിൽ മാത്രമേ കാര്യമായിട്ടും ഫലപ്രദമായിട്ടും ഈ കോവിഡിനെ ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ധാരാവിയിലടക്കം ആൾക്കാർ കണ്ടെയ്ൻ ചെയ്തിട്ട് കേരളത്തെക്കാട്ടിൽ എത്രയോ ഇരട്ടി പോപ്പുലേഷനുള്ള UP-യിൽ അവർ ഇതിനെക്കാട്ടിൽ മനോഹരമായിട്ട് കണ്ടെയ്ൻ ചെയ്തിട്ട് അതിനെ മേന്മ കുറച്ച് കാണാൻ പറ്റുമോ ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ? ഇല്ല, ഡെഫിനറ്റായിട്ട് നമ്മുടെ ഒരു ഹെൽത്തിനെ പറ്റിയും നമ്മുടെ ലിറ്ററസിയെ പറ്റിയും നമ്മുടെ കേരളം നമ്പർ 1 ആണെന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു പക്ഷേ അത് തുറന്നു കാട്ടിക്കപ്പെട്ടു. പക്ഷേ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ആ ഏരിയാസിലല്ല. എനിക്ക് തോന്നുന്നത് വളരെ ശക്തമായ ഇൻ്റർവെൻഷൻ ഈ പറയുന്ന ഹെൽത്ത് സെക്ടറിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഉണ്ടാക്കിയെന്ന് ഞാൻ പറയില്ല. ഈ സ്റ്റെൻറ്റിൻ്റെ ഒക്കെ തന്നെ വിലയിൽ ആണെങ്കിലും പെട്രോള് ഒരുപാട് ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട്, കാരണം ഭാരതം പോലൊരു രാജ്യത്തിനകത്ത് പെട്ടെന്നൊരു ഈ പറയുന്ന ഒരു ഇൻ്റർവെൻഷൻ നടത്തിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊക്കെ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ കാലാകാലങ്ങളായിട്ടുണ്ടായിരുന്ന ഫാർമ കമ്പനീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ചൂഷണത്തിനെ ഒരു പരിധിവരെയെങ്കിലും കുറച്ചു കൊണ്ടുവരാനായിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് നടന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മരുന്നുകളുടെ വിലക്കുറവ്, ജനറിക് മെഡിസിൻ കൊടുക്കുന്ന മെഡിക്കൽ സ്റ്റോറുകളുടെ ശൃംഖല, ജനൌഷധി പോലുള്ള കാര്യങ്ങൾ, അത് ഡെഫിനറ്റായിട്ട് ഈ പറയുന്ന ഒരു ഈ പറയുന്ന ആയുഷ്മാൻ ഭാരതിൻ്റെയൊക്കെ ഇന്നാഡിക്വസീസ് ഉണ്ട്. പല പ്രൊസീജിയേഴ്സിനും അവർക്ക് പറയുന്ന കോസ്റ്റ് പോലും കവർ ചെയ്യാനൊക്കാത്ത ഇത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് മരിക്കില്ല എന്നൊന്നും നമുക്ക് പറയാനൊക്കില്ല. ഇൻഷുറൻസ് ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ നോക്കും, അല്ലെങ്കിൽ ഒരു റീഇംബേഴ്സ്മെൻറ്റ് ഉണ്ടാകും എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഒരു ഇൻഷുറൻസ് ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, ഒരു ബോട്ടം ഓഫ് ദ പിരമിഡ് നമ്മളൊരു ഏറ്റവും നോക്കുന്നതെന്ന് പറയുന്നത് ഏറ്റവും താഴേക്കിടയ്ക്കുള്ള ആളുകൾക്കാണ് ആക്ച്വലി ഈ പറയുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് മുകളിലുള്ള മിഡിൽ ക്ലാസ്സിനെയാണ് ആക്ച്വലി നമുക്ക് തോന്നുന്നത് ഈ ഹെൽത്ത് സെക്ടറിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ കോസ്റ്റ് ബെയർ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ഒരു മിഡിൽ ക്ലാസ് ആണ്. അവർക്കുള്ള ഒരു അഡ്രസ്സ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഈ ബഡ്ജറ്റിൽ എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഓക്കെ വിനീത ഹരിഹരൻ, ഒന്ന് നേരത്തെ ഡോക്ടർ BA പ്രകാശ് പറഞ്ഞ ആശങ്കയ്ക്ക് കൂടി മറുപടി പറയണം. നമ്മുടെ ഈ ദാരിദ്ര്യത്തിൻ്റെ ഒരു തോത് ഈ തരത്തിലാണോ? എന്താണ് അവസ്ഥ? ഈ ഹെൽത്ത് സെക്ടറിലെ റിഫോംസ് ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ വരച്ചു കാട്ടുന്ന രീതിയിൽ 3% ഇതിനൊക്കെ മാറ്റിവെച്ചാൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി ഇപ്പോൾ ഓൾറെഡി ഹെൽത്ത് സെക്ടറിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ കേന്ദ്രയിൽ 1.5 കോടി പാവപ്പെട്ട ആൾക്കാർക്കാണ് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളത് ഓൾ ഓവർ ദ കൺട്രി.
And similarly, Ayushman Bharat Yojanilum, more than 24,000 hospitals have taken this Pradhan Mantri Bharatiya Jan Aushadhi Kendrelum in Ayushman Bharat Yojanil, or 24,000 hospitals across the country have availed the benefit of this. Now, Keralathinte kurichu parayanengil nammal already health indices is strong aanu. We giving due credit to all governments. They have spent a lot on public health infrastructure. So for them to take advantage of this, ഇത് ഏറ്റവും കൂടുതൽ ബിലോ പോവർട്ടി ലൈൻ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയും പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി യോജനയും. പക്ഷെ ജൻ ഔഷധി യോജന കുറെ കേരളത്തിലും കൂടിയും എന്റെ സ്വന്തം മീൻസ് കുറെ ആൾക്കാർ എനിക്ക് അറിയുന്ന ആൾക്കാരും കൂടിയും കുറെ ബെനിഫിറ്റ് നേടിയിട്ടുണ്ട് ഈ ജൻ ഔഷധി യോജന കേന്ദ്രാസ്ന്ന്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് നമ്മുടെ പോവർട്ടി ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് നൗ ഇറ്റ്സ് 94th പൊസിഷൻ ഇന്ത്യ ആൻഡ് വി ഹാവ് കം ഡൗൺ ഒരു 30% നമ്മൾ താഴോട്ട് വി ഹാവ് improved our indices by almost 30% from the year 2000 to 2020. We have improved considerably. Now this economic survey of India and the budget is taking cognizance of all these issues. ഇപ്പൊ നമ്മൾ ഏറ്റവും ബെസ്റ്റ് country ആണ്, we are the best എന്ന് നമ്മൾ പറയുന്നില്ല. എക്കണോമിക് സർവേ ഓഫ് ഇന്ത്യയിലും we are accepting our weaknesses. കുറെ മേഖലകളിൽ നമ്മൾ വീക്ക്നെസ്സസ് ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റർവെൻഷൻസ് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റിന്റെ ആവശ്യമേ ഇല്ല, നമുക്ക് ഒരു ഇഷ്യൂസും ഇല്ല, ഒരു എയിൽമെന്റ്സും ഇല്ല കൺട്രിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗവൺമെന്റിന്റെ ആവശ്യമില്ല. ഗവൺമെന്റിന്റെ ആവശ്യം ടു ഇന്റർവീൻ ഇൻ ഇഷ്യൂസ്. അല്ല, ഈ ഡോക്ടർ പ്രകാശ് പറഞ്ഞ മാതിരി ഹങ്കർ അല്ലെങ്കിൽ വിശപ്പ് കൂടിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? Yeah, it has only improved. The index has improved actually. So we are still കുറേയും കൂടി ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണു. പിന്നെ അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാംസും സ്കീംസും എല്ലാം കൊണ്ടുവരുന്നത് നമ്മൾ. ഓക്കെ, ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് വരാം. നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശ്രീനീതി, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അടിസ്ഥാന സൗകര്യങ്ങൾ. 1 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കഴിഞ്ഞ ബജറ്റിൽ സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത്. അതോടൊപ്പം ചെറുകിട സൂക്ഷ്മ വ്യവസായങ്ങളുടെ 3 ലക്ഷം കോടിയാണ് പുതുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ഇത് രണ്ടും തൊഴിലവസരങ്ങൾ കൂട്ടാൻ വേണ്ടിയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ വിഭാവന ചെയ്തിരുന്നത്. അപ്പോൾ അത് കുറച്ച് ഇടിവുണ്ടായി, അല്ലെങ്കിൽ കൊറോണ കാരണം അത് പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ കഴിയാതെ പോയി. എന്താണ് തൊഴിൽ രംഗത്ത് വരാൻ പോകുന്ന ഒരു മാറ്റം താങ്കളുടെ പ്രതീക്ഷ? വളരെ ചുരുക്കത്തിൽ. തൊഴിൽ രംഗത്ത് കാതലായ മാറ്റം വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസ്യൂമർ ഡിമാൻഡ് കൂട്ടാൻ കഴിയാതെ വരും. ഇപ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടന നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് കൺസ്യൂമർ ഡിമാൻഡ് കുറഞ്ഞത്, അല്ലെങ്കിൽ കൺസംഷൻ ഡിമാൻഡ് കുറഞ്ഞു. കൺസംഷൻ ഡിമാൻഡ് കുറയുന്നത് കൊണ്ടാണ് നമ്മുടെ സമ്പദ്ഘടനയിലെ വളർച്ചാ നിരക്കിലും അൺഎംപ്ലോയ്മെൻറ്റിലൊക്കെ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. ഇപ്പം ഇന്ത്യൻ മോണിറ്ററിംഗ് ഫോർ ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം, ഒരു ഗവേഷണ സ്ഥാപനം ക്വിക്കായിട്ടൊരു സർവേ നടത്തിയ അവസരത്തിൽ അവർ പറഞ്ഞത് കോവിഡാനന്തരം ഇന്ത്യയിലെ ഏകദേശം 20% ആൾക്കാർ തൊഴിലരഹിതരായി മാറി എന്നുള്ളതാണ്. ഈ 20% ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടുന്ന 2 കാര്യങ്ങളാണുള്ളത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റിന് നല്ല രീതിയിൽ പണം മുടക്കി അത് പ്രാവർത്തികമാക്കുക. ഇപ്പോൾ 1 ലക്ഷം കോടി രൂപയാണ് 2021 ബഡ്ജറ്റ് പറഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഒപ്പം നമ്മുടെ ആസ്തി സൃഷ്ടിച്ച് വികസനത്തിന് ആവശ്യമായിട്ടുള്ള. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത്, അതായത് നമ്മുടെ MSMEയുടെ കാര്യമാണ്. നമ്മുടെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 45 ലക്ഷം MSME യൂണിറ്റുകൾ തുടങ്ങുന്നതിന് വേണ്ടി ഏകദേശം 3 ലക്ഷം കോടി രൂപയുടെ ഒരു പാക്കേജാണ് ഈ കോവിഡ് പാക്കേജിൻ്റെ, എക്കണോമിക് പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ ഏകദേശം 50% പൂർത്തിയായിട്ടുണ്ടെന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിധി വരെ പരിഹാരം കാണാൻ കഴിയും. അത് ഈ ബഡ്ജറ്റിൽ ആവർത്തിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഡോക്ടർ സെൻകുമാർ, തൊഴിൽ മേഖല, ചെറുകിട സൂക്ഷ്മ വ്യവസായ മേഖല എങ്ങനെ കാണുന്നു? അതിനാണ് ഏറ്റവും അധികം ശ്രദ്ധ കോവിഡ് കാലഘട്ടത്തിലും കൊടുത്തിരുന്നത്. അത് ഇനിയും തുടരണം. കുറേ കൂടി കൂടുതലായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കാനുമുള്ള, പ്രത്യേകിച്ച് ഇന്നോവേഷൻ കൂടി അതിൻ്റെ ബേസിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ചെയ്യാനായിട്ട് സാധിക്കണം. പിന്നെ കൃഷിയോടനുബന്ധിച്ചുള്ള മേഖലകളിലേക്ക്, അതായത്
മൂല്യവർദ്ധന വസ്തുക്കൾ ഉണ്ടാക്കുന്ന ആ വിധത്തിലേക്ക് കൃഷിയിൽ നിന്ന് ആൾക്കാരെ കഴിയുന്നത്ര അതിന് മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കുന്ന മേഖലയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒന്നാന്തരം സ്റ്റോറേജുകളും അതിനുശേഷം മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഫാക്ടറികളും അത് വിൽപ്പന നടത്തുന്ന മാർക്കറ്റുകളും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗവൺമെൻറ് ഫണ്ടിങ് ഇപ്പോൾ FRBM ആക്ട് ഒക്കെ ഉണ്ട്, അത് അല്പകാലത്തേക്ക് നമ്മൾ അല്പം ഒന്ന് മാറ്റിവെക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴുണ്ടാകുന്ന ഈ ക്രൈസിസ് നേരിടണമെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ കയ്യിൽ കുറെ കൂടി പണം എത്തേണ്ടിയിരിക്കുന്നു. അത് പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന പണമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകുകയും അതേസമയം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഡിമാൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2020 മുമ്പായിട്ട് തന്നെ ഡിമാൻഡ് കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ ഡിമാൻഡ് ഇനി അതിനെ കൂടുതൽ നല്ല നിലയിലേക്ക് ആവശ്യകത കൂടണമെങ്കിൽ ആ ജനങ്ങളുടെ കയ്യിലുണ്ടാകുന്ന പണം അതിൻ്റെ തോത് കുറെ കൂടി കൂട്ടുന്ന വിധത്തിൽ തന്നെ തീർച്ചയായിട്ടും ഗവൺമെൻറ് സ്പെൻഡിങ്ങും അതുപോലെ ടാക്സേഷൻ റൂൾസും കുറേ അധികം മാറാനുണ്ട് ഇനിയും. അപ്പോൾ ഇത്തരം അടിസ്ഥാനപരമായിട്ടുള്ള ഈ ലോസിലുണ്ടാകുന്ന വിവിധ മേഖലകളിലുള്ള ലോസിൽ നിയമങ്ങളിലുണ്ടാകുന്ന മാറ്റം അത് തുടർന്നു പോകണം. കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് മേഖലയിലും അതുപോലെ തന്നെ ഗവൺമെൻറ് മേഖലയിലും ഉണ്ടാകുന്ന വിധത്തിലുള്ള നടപടികൾ തുടർന്നു പോയാൽ മാത്രമാണ് ഇതുപോലെ ഇപ്പോൾ UP മുഖ്യമന്ത്രിയൊക്കെ ചെയ്യുന്നത് പോലെ അവിടേക്ക് തിരിച്ചു വന്ന അയൽ സംസ്ഥാനങ്ങളിൽ തൊഴിൽ തേടിപ്പോയിരുന്ന അവിടേക്ക് തിരിച്ചു വന്ന മിക്കവാറും എല്ലാ പേർക്കും തൊഴിൽ നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള MSME അതുപോലെ മൈക്രോ പ്രോജക്ട്സും ബാക്കി എല്ലാം അവർ തയ്യാറാക്കി ആ രീതിയിലൊരു വളരെ ആവേശത്തോടെ വളരെ കാര്യക്ഷമമായി എല്ലാ ഗവൺമെൻറ്റുകളും സംസ്ഥാന ഗവൺമെൻറ്റുകളും പ്രവർത്തിച്ചാൽ മാത്രമേ ഈ തൊഴിലുണ്ടാകാനും അതിനനുസരിച്ചുള്ള അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കുള്ളൂ. അപ്പോൾ അതിനെ ഊന്നിയുള്ള ഒരു ബജറ്റ് ആയിരിക്കണം ഉണ്ടാകേണ്ടതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ പ്രകാശ്, ഇക്കാര്യത്തിൽ സെൻകുമാർ സാർ പറഞ്ഞതിൻ്റെ ഒരു സൂചന വളരെ വ്യക്തമാണ്. ഈ കേരളത്തിൽ നിന്നൊക്കെ അടക്കം തിരിച്ചുപോയ ഈ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി ഏതാണ്ട് 5 ലക്ഷത്തോളം യൂണിറ്റുകളാണ് UP യോഗി ആദിത്യനാഥ് തുടങ്ങിയത്. 5 ലക്ഷം പേർക്ക് വീതം 5 പേർക്ക് വീതം തൊഴിൽ കിട്ടുന്നത് ഏറ്റവും കുറഞ്ഞത്. അതേസമയം കേരളത്തിൽ തിരിച്ചു വന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കാൻ പോലും കാര്യമായൊരു പ്രോജക്റ്റ് ഇന്ന് വരെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു ആസ്പെക്റ്റും കൂടെ കണക്കിലെടുത്ത് എങ്ങനെ കാണുന്നു? അതായത് ഇവിടെ ഇപ്പോൾ കേരളത്തിലിപ്പോൾ തോമസ് ഐസക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച പ്രസൻറ്റ് ചെയ്ത ബഡ്ജറ്റിലുള്ളൊരു കാര്യം, ഈ സാമ്പത്തിക മേഖലകളിൽ തകർന്ന സാമ്പത്തിക മേഖലകളെ അവരെ റിവൈവ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് അഡീഷണലായിട്ട് എന്തെങ്കിലും തൊഴിൽ കൊടുക്കാനോ ഒരു പ്രപ്പോസലും ഇല്ല. അങ്ങനെ ഒരു വാചകം പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ഗ്ലോബൽ റിസഷൻ കാലഘട്ടത്തിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ളൊരു ഇഷ്യൂ, ഉൽപ്പാദനം കുറഞ്ഞു, തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു. തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ പിന്നെ തൊഴിലാളികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വരുമാനമില്ലാതാവുമ്പോൾ അവർക്ക് കൺസംഷൻ ഇല്ല, അവർ ദാരിദ്ര്യത്തിലും പട്ടിണിയിലേക്കും പോകുന്നു. ഇതാണ് അതിൻ്റെ ഒരു ക്രമം. അപ്പോൾ ഈ കോവിഡ് മൂലം ഏറ്റവും വലിയ തകർച്ചയുണ്ടായിരിക്കുന്ന ഒരു മേഖല ഈ തൊഴിൽ മേഖലയാണ്. പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്താണെങ്കിൽ അന്യ സ്റ്റേറ്റുകളിൽ ധാരാളം പേര് വർക്ക് ചെയ്യുന്നു, അവർ തിരിച്ചു വരുന്നു. ഇപ്പോൾ ഗൾഫിൽ ഏതാണ്ട് 10-20 ലക്ഷം പേര് ഗൾഫിലുണ്ട്, നമ്മളെ മലയാളികളുണ്ട്. അതിൽ തന്നെ ഒരു വലിയൊരു 5-6 ലക്ഷം പേര് തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നു. 25 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയ്ക്കുണ്ട്. അല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന കണക്കനുസരിച്ച് ഏതാണ്ട് 7-8 ലക്ഷം പേര് മടങ്ങി വന്നു. അതിൽ തന്നെ 5 ലക്ഷം പേര് അതിൽ 5 ലക്ഷം പേര് തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങി വന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്തിലാണെങ്കിൽ ഈ മൈഗ്രേഷൻ, ഫോറിൻ മൈഗ്രേഷനും അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലുള്ള മൈഗ്രേഷനുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഇത് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഈ ഇൻ്റർ സ്റ്റേറ്റ് മൈഗ്രൻസ് ഉണ്ടോ അല്ലെങ്കിൽ അവിടെ എല്ലാം ഗൗരവമായിട്ടുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബഡ്ജറ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് ഗവൺമെൻറ് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ സാമ്പത്തികമായിട്ട് തകർന്ന മേഖലകൾ അഡ്രസ്സ് ചെയ്യുക, അത് റിവൈവ് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ. അതോടൊപ്പം തന്നെ ഈ മൈഗ്രൻ്റ് വർക്കേഴ്സ്, അത് ഇൻ്റർ സ്റ്റേറ്റ് മൈഗ്രൻസ് ആകാം അല്ലെങ്കിൽ വിദേശി ഫോറിൻ മൈഗ്രൻസ് തിരിച്ചു വന്നവരാകും. അപ്പോൾ അവർക്ക് ആശ്വാസം കൊടുക്കുക അല്ലെങ്കിൽ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുക, ആ തരത്തിലുള്ള നയങ്ങളിലേക്ക് പോകണം. അപ്പോൾ ആ തരത്തിലുള്ളതിന് വലിയൊരു പ്രാധാന്യം തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, അങ്ങയുടെ ഏരിയയാണിത് MSME. എങ്ങനെ തൊഴിൽ ജനറേറ്റ് ചെയ്യാനുള്ള പദ്ധതികൾ
ഉണ്ടാകും, അല്ലെങ്കിൽ ആ തരത്തിലുള്ള എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഡെഫിനറ്റായിട്ട് MSME സെക്ടറിന് വളരെ ശക്തമായിട്ടുള്ള ഇൻ്റർവെൻഷൻ ഈ പറയുന്ന ആത്മനിർഭർ ഭാരത് പാക്കേജിലുണ്ടായിരുന്നു, ക്രെഡിറ്റ് ഫ്ലോ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും അതൊന്നും ഒരു പര്യാപ്തമായിട്ടുള്ള, ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരുപാട് ഡിക്ലൈൻ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം, അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം നമ്മളിപ്പോഴും ചെയ്തിട്ടില്ല. ഈ എല്ലാ പ്രാവശ്യവും ഈ പറയുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ ഈ നോട്ട് ഇൻ എഡ്യൂക്കേഷൻ എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് എന്നൊക്കെ പറയുന്ന നീറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ, അതായത് യാതൊരു തരത്തിലും നമുക്ക് അൺഎംപ്ലോയബിൾ ആയിട്ടുള്ള ആളുകളെ പറ്റിയാണ് നമുക്ക് വാസ്തവം പറഞ്ഞ് നമുക്ക് ഏറ്റവും വലിയ ചിന്ത. അപ്പോഴാണ് ഈ ഒരുപാട് വെൽഫെയർ മെഷേഴ്സും അല്ലെങ്കിൽ ഈ ഹങ്കർ ഇൻഡെക്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പറയേണ്ടി വരുന്നത്. അപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയും കൂടെ ചേർത്ത് വേണം ആക്ച്വലി നമ്മൾ ഈ പറയുന്ന ഒരു എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ്റെ ഒരു കാര്യം കാണാനായിട്ട്. ഒരു ബാൻഡേഡ് ഒട്ടിച്ച് നമുക്ക് ചെയ്യാൻ ഒക്കുന്ന കാര്യമല്ല ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ജനറേഷനെ പറ്റിയും ഈ പറയുന്ന മൈഗ്രൻ്റ് ലേബറിനെ പറ്റിയൊക്കെ വളരെ ശക്തമായ ഒരു എതിർപ്പ് ഇത് ഹാൻഡിൽ ചെയ്ത രീതിയും മറ്റുമൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് ഈ പല സർവേകളിലും ഒക്കെ വന്നിട്ടുള്ളത് ഏറ്റവും വലിയ ഒരു നെഗറ്റീവായിട്ട് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഇത് കണ്ടിട്ടുള്ളത് ഈ മൈഗ്രൻ്റ് ലേബറിനെ ഒക്കെ ഒരു കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഒരു ലെഗസി ഇഷ്യൂ ഉണ്ട്. അതിനകത്ത് നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ആ എഡ്യൂക്കേഷൻ ഇപ്പം പറയുന്ന പഴയ ഹിസ്റ്ററിയും ജോഗ്രഫിയും പഠിച്ചുകൊണ്ടല്ല നമുക്ക് ഈ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കാൻ ഒക്കുന്നത്. ബ്ലൂ കോളർ ലെവൽസിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ്, കൗശല്യോജന എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ കഴിഞ്ഞ 5-6 വർഷമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനൊരു കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈ എഡ്യൂക്കേഷൻ പോളിസിയുടെ കാര്യത്തിലും എഡ്യൂക്കേഷൻ സ്പെൻഡിലും അതുപോലെ തന്നെയാണ്. എന്നാൽ ഇതിനെ ഒരു ബാലൻസ് ചെയ്ത് MSME സെക്ടറിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ചുകൂടെ ക്രെഡിറ്റ് ഫ്ലോ കൂട്ടി ആ ബാങ്കിങ് സെക്ടറിൽ നിന്നൊക്കെ ഉള്ളൊരു ബെനിഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും എന്നാണ് ഈ ബഡ്ജറ്റിൽ. ശ്രീമതി ഹരിഹരൻ, അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത് ഇതിനെക്കുറിച്ചും? അതോടൊപ്പം തന്നെ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പുതിയ പദ്ധതികൾ, കുടിവെള്ളം, വൈദ്യുതി തുടങ്ങിയ കുറേ പദ്ധതികൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് വളരെ ചുരുക്കിയ വാക്കുകൾ. കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലിക്വിഡിറ്റി ഇൻഫ്യൂഷൻ എമർജൻസി മെഷേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞു. എങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ബഡ്ജറ്റിൽ വരാൻ പോകുന്നത് നമ്മൾ ഇൻഡസ്ട്രി 4.0 മാറ്റാൻ വേണ്ടിയിട്ടാണ്. MSMEസിനെ എങ്ങനെ ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആക്കുക, എക്സ്പോർട്സ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുക, അതാണ് ഇപ്പോൾ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോ അവർക്ക് കുറെ ഇഷ്യൂസ്, ഡിലേഡ് പേയ്മെന്റ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് MSMEs. ബിഗ് ബയേഴ്സും പബ്ലിക് സെക്ടർ യൂണിറ്റ്സിനും ഡിലേഡ് പേയ്മെന്റ് ഇഷ്യൂസ് കുറെ ഫേസ് ചെയ്യുന്നുണ്ട് MSMEs. ഇപ്പോൾ ട്രെഡ്സ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം, ട്രേഡ് റിസീവബിൾസ് ഡിസ്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴി കൂടെയാണ് ഇപ്പോൾ MSMEസിനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ശ്രമം. അതൊരു ഇൻക്രീസ് ട്രസ്റ്റ് കൊടുക്കും ഈ ബഡ്ജറ്റിൽ. അതിൽ നമ്മൾ ബയേഴ്സിനും MSMEസിനും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് ഓൺലൈൻ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസംസ്, ODR എന്ന് പറയും, അതും കൂടിയും വരുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പിലാക്കുന്നത്. പിന്നെ കുറേയും കൂടി നമ്മൾ സ്റ്റേറ്റ്സ് ആയിട്ട് യോജിച്ചിട്ട് ഇപ്പോ പ്രോഗ്രാംസ് MSMEസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. സ്റ്റേറ്റ്സ് തന്നെ അവരുടെ പ്രോഗ്രാംസും അവരുടെ പ്രോജക്ട്സും അവർ നമുക്ക് തരും. എന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു സ്പെസിഫിക് നീഡ്സ് MSME വേണ്ടിയിട്ട് നമ്മൾ ഫണ്ടിങ് കൊടുക്കും. ഓക്കെ നമ്മൾ ചർച്ച സമയക്കുറവുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ മൊത്തം ഏതാണ്ട് 10 കോടി ടോയ്ലറ്റുകൾ പുതുതായിട്ട് നിർമ്മിച്ചു. 6 ലക്ഷം പബ്ലിക് ടോയ്ലറ്റുകൾ, 66 ലക്ഷം വീടുകളിൽ ടോയ്ലറ്റുകൾ ഉണ്ടാക്കി. അതേപോലെ മൊത്തം 1319 നഗരങ്ങളെയാണ് ഈ തരത്തിൽ മാലിന്യമുക്തമാക്കിയിരിക്കുന്നത്. അടുത്ത ബജറ്റിലുള്ള പ്രധാനപ്പെട്ട ഫോക്കസ് നഗരത്തിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, മൊത്തം ഭാരതത്തിൽ മുഴുവൻ പൈപ്പിലൂടെ അല്ലെങ്കിൽ നല്ല കുടിവെള്ളം എത്തിക്കുക, മുഴുവൻ പേർക്കും പാർപ്പിടം എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കായിരിക്കും ഫോക്കസ് ചെയ്യുക എന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നു. ഒപ്പം പബ്ലിക്കിൻ്റെ സ്പെൻഡിങ് കൂട്ടുക, ഇക്കോണമിയെ വളരെ ശക്തമായിട്ട് വാക്സിനേഷൻ അടക്കം കൊണ്ടുവന്നിട്ട് ഈ രോഗമുക്തമാക്കുക. അതേപോലെ തന്നെ ഒരു വെൽനസ് സെൻറ്റേഴ്സ് ധാരാളം പുതുതായിട്ടുണ്ടാകും എന്നുള്ള പ്രതീക്ഷയും ഈ ബജറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നാളെ നമുക്ക് വീണ്ടും ബജറ്റിൻ്റെ വിലയിരുത്തലുമായി ഇതേ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.